ലോക ഹൃദയദിനത്തിൽ കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൃദയാഘാത പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അസീസിയ മെഡിക്കൽ കോളേജ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കൊല്ലം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സനൽ ഡി പ്രേം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഒരു കോവിഡിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലൂടെ നമ്മൾ ആശങ്കയാണ്. ഓരോ ദിവസവും നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വളരെ ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരായ പലരും പെട്ടെന്ന് നമ്മളെ വിട്ടുവീഴ്ച പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മാധ്യമ മേഖലയിൽ തന്നെ നമുക്കറിയാം, ശേഷം പറഞ്ഞ പോലെ ഈ അടുത്ത ഒരു കാലത്ത് തന്നെ എത്രയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ നമുക്ക് നഷ്ടപ്പെട്ടു, കുഴഞ്ഞു വീണ് മരിച്ചു. ഏത് ഭരണത്തിനും ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ ഇതാണ്. ഹൃദയം നിന്ന് പോകുമ്പോഴാണല്ലോ മരിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇനിയെങ്കിലും കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ട സമയമാണ് ഇപ്പോൾ. നമ്മളിപ്പോ എല്ലാവരും ഈ കോവിഡിന് ശേഷം ഈ ആരോഗ്യ സംരക്ഷണം എന്നുള്ള പേരിൽ ജിംനേഷ്യത്തിലും മറ്റ് ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അശാസ്ത്രീയമായ ഈ കായിക മുറകളൊക്കെ പ്രയോഗിക്കുന്നത് കൊണ്ടും. ഹൃദയാഘാതം ഉണ്ടായാൽ എന്തെല്ലാം പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷനായി. കൊല്ലം പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം AKM ഹുസൈൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS അനു, ഡോക്ടർ ദേവ് കിരൺ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷാലിമ തുടങ്ങിയവർ സംസാരിച്ചു. അസീസിയ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം മേധാവി ഡോക്ടർ R അനീഷ്, ഷാനു ഡാനിയൽ എന്നിവർ ക്ലാസ് നയിച്ചു. നമ്മളിങ്ങനെ കംപ്രസ് മാത്രം ചെയ്താൽ പോരാ, അതേപോലെ തിരിച്ചടിക്കും. നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഒരു 5 to 6 സെന്റിമീറ്റർ അകത്തോട്ട് കംപ്രസ് ചെയ്യും. കംപ്രസ് ആയാൽ മാത്രം മതി, ഒരിക്കലും കംപ്രസ് ആയാൽ മാത്രം പോരാ, അതിനെ നമ്മൾ റിലാക്സ് ആക്കണം. കൊല്ലം കളക്ട്രേറ്റ്, ഫയർഫോഴ്സ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, AR ക്യാമ്പ് ഉൾപ്പെടെ കൊട്ടാരക്കര, പാലരുവി, പാരിപ്പള്ളി തുടങ്ങി 20 കേന്ദ്രങ്ങളിൽ ഹൃദയാഘാത പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു.